അവന്റെ പുറകെ എന്തോരം പെൺപിള്ളേരാ, എന്റെ പുറകെ എന്താ പെൺപിള്ളേരില്ലാത്ത. തിരിച്ചുണ്ട്, അവളെ വന്നു എന്നെ കുറെ പേര് ഇഷ്ടമെന്ന് പറഞ്ഞു, എന്നൊന്നും ആരും ഇഷ്ടമെന്ന് പറയുന്നില്ല. പണ്ടിരിക്കുന്നുണ്ടായിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ എന്നെ ഒരാൾ വന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ പിറകെ കുറെ പയ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ എന്നെ കാണാൻ ഒരു ഭംഗിയില്ലാത്തോണ്ടിട്ടാണല്ലോ എന്റെ പിറകെ പയ്യന്മാരൊന്നും ഇല്ലാത്ത. അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്റെ അടുത്ത് ഒരാൾ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. അപ്പൊ ഞാൻ എന്തോ ഒരു സംഭവമാണല്ലേ, എന്നെ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ എന്നെ കാണാനും കൊള്ളാല്ലേ എന്നൊക്കെ ഒരു ആറ്റിറ്റ്യൂഡ് എന്റെ ഉള്ളിൽ വന്നു തുടങ്ങി. ഇന്നത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ സെയിം ആറ്റിറ്റ്യൂഡ്, സെയിം ഫീലിങ്സ് ഉണ്ട്, പക്ഷെ ആറ്റിറ്റ്യൂഡ് മാറി. എൻ്റെ പുറകെ ഒരു 5-6 ആൺപിള്ളേർ വേണം. ഒരു പയ്യന് ഏതൊക്കെ സ്കൂളിൽ ചിക്സ് ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. പക്ഷെ ഏത് പോർഷനാണ് പഠിക്കേണ്ടതെന്ന് വെച്ചാൽ അറിയില്ല. അത് നമ്മളെപ്പോഴും കമ്പയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോ സെൽഫ് ഇമേജ് വളരെ കോൺഷ്യസ് ആയിട്ട് വരുന്ന ഒരു അഡോളസെന്റ് പീരീഡിൽ അത്രയും കോൺഷ്യസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ വിട്ട് കളയാം, അത് വലുതാവുമ്പോൾ ശരിയായിക്കോളും, മെച്ചൂരിറ്റി വരുമ്പോൾ ശരിയായിക്കോളും, ഇത് പ്രായത്തിന്റെ അല്ലേ എന്ന് പറഞ്ഞ് കളയുന്ന ഒരുപാട് കേസസ് ഉണ്ട്. ശരിക്കും സെൽഫ് ഇമേജ് ഇല്ലാത്തതാണ് ഈ അഡോളസൻസിന്റെ ഇഷ്യൂ. സെൽഫ് ഇമേജ് ഇല്ലാത്തതിൻ്റെതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനാണ് അവർക്ക്. ഓക്കെ, സെൽഫ് ഇമേജ് മീൻസ് ഇറ്റ് ഗീവ്സ് എ കോൺഫിഡൻസ് ഫോർ ദം. ഞാൻ ഇന്നതാണ്, എനിക്കിതാണ്, ഞാനിതാണ്, ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും അവർ ഫ്രീഡമിനെ കുറിച്ച് പറയുന്നുണ്ട്, ഇൻഡിവിജ്വൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഫിക്സഡ് സെൽഫ് ഇമേജ്. അവർക്ക് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഈഗോയിക് ആയിട്ടുള്ള കൺസെപ്റ്റിനെ കുറിച്ചല്ല സംസാരിച്ച് വരുന്നത്, പക്ഷേ സെൽഫ് നോളജിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവരെന്താണ്, എനിക്കെന്താണ്, ഞാൻ എന്താണ്, എൻ്റെ കഴിവുകൾ എന്താണ്, എനിക്കെന്താണ് വേണ്ടത്, എനിക്കെന്തൊക്കെ നൽകാനാകും മുതലായിട്ടുള്ള ഒരു സെൽഫ് കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ ഹാവ് എ കൈൻഡ് ഓഫ് ക്ലാരിറ്റി ഇൻ ദിയർ ലൈഫ്. അപ്പോൾ സെൽഫ് ഇമേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമേജ് ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ദാറ്റ് ഈസ് നോട്ട് എ കൈൻഡ് ഓഫ് റിയൽ തിങ്. അവർ എന്ത് ചെയ്യാണ്, ഐഡിയലായിട്ട് അവർക്ക് ഒരു ഇമേജ് ഉണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മുടെ കുട്ടികളിൽ തന്നെ BTS ഒക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ്ഡ് ആകുന്ന സംഭവങ്ങളല്ലേ. എനിക്ക് തോന്നുന്നു അത് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെല്ലാം ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഐഡൻറ്റിറ്റീസ്. ഇപ്പോൾ ഇതാണ്, അടുത്തത് ഇതാണ്, ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ദേ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ദേ ആർ. ഇതെന്തായിരിക്കും സ്വാഭാവികമായിട്ട് സംഭവിക്കുക, അവരെ വളരെ അൺസെറ്റിൽഡ് ആക്കും എന്നുള്ളതാണ്. അവരെ കൂടുതൽ പിന്നെ എന്താ പറയുക, ഭയങ്കരമായ ഒരു കൈൻഡ് ഓഫ് ന്യൂറോട്ടിക് ആയിട്ടേ, എന്താ പറയുക, നമ്മുടെ ഭാഷയിലൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നരുത്, പക്ഷേ അത് അവർ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ, അവരെ നഷ്ടപ്പെട്ട വിധത്തിൽ അവർക്ക് കുറേ ഇമേജുകൾ ഉണ്ട്. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ്, അങ്ങനെ ആകണം, ലൈക്ക് ദാറ്റ് കുറേ. ഈ ഒരു ക്ലൗഡിനെസ്സിൻ്റെ ഉള്ളിൽ, ദാറ്റ് മീൻസ് ആ ലോസ് ഓഫ് ഐഡൻറ്റിറ്റി, ഇതിനൊരു ക്ലൗഡ് ഉണ്ടല്ലോ, ഉണ്ടാക്കുന്ന ഒരു മേഘ ഒരു പടലം, ആ ഒരു അൺക്ലിയർ സിറ്റുവേഷനിൽ ഈ കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. റിയലൈസ് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കലാണ് നമുക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഇമേജുകൾ എത്തിപ്പിടിക്കലാണ് അവരുടെ ജീവിത ലക്ഷ്യമായിട്ട് അവർ കാണുന്നത്. പക്ഷേ വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് they cannot be a person who they are wishing for. അവർ കാണുന്ന ഡ്രീം ചെയ്യുന്ന ആളായിട്ട് അവർക്ക് മാറാനായിട്ട് പറ്റില്ല. അത് പറ്റിയാൽ തന്നെ ഇപ്പോൾ ഏതെങ്കിലും വിധത്തിൽ സാധിച്ചാൽ തന്നെ ആ ഒരു ആളായിട്ട്, അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ലൈഫ് കണ്ടീഷൻസ്, ലൈഫ് സ്റ്റാൻഡേർഡ്സ് ഇവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദേ ഡോണ്ട് ഹാവ് ഇനഫ് റിസോഴ്സസ് വിത്ത് ദം. ഫിനാൻഷ്യലി ആയിക്കോട്ടെ, ഇനി എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അവർ നോക്കുമ്പോൾ ദേ ആർ പുവർ. അപ്പോഴാണ് ചോദിക്കുന്നത്, ഫോർ വാട്ട് ഐ എം ലീവിങ്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, because I cannot achieve what I am seeing in front of me. So setting high standard of living, ഉയർന്ന ഭയങ്കരമായ പ്രതീക്ഷകൾ ജീവിതത്തിൽ വെച്ച് പുലർത്തുക, ഭയങ്കരമായ അതിപ്രതീക്ഷകൾ വെച്ച് പുലർത്തുക, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് പോയിന്റുകൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അൺഅച്ചീവബിൾ ആയിട്ടുള്ള എയിമുകളും ഗോളുകളും വെക്കുക. ബട്ട് സ്റ്റിൽ they don't have that enough resources and things to achieve that, and they don't even work for that also. അവർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല. കാര്യം ഇങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു, ഞാനതൊന്ന് ചുരുക്കി ഇങ്ങനെ പറയാം, നമുക്ക് കുട്ടികളിൽ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യത്തെയാണ് കേട്ടോ ഞാനൊന്ന് വൈൻഡപ്പ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യത്തിൽ കുട്ടികൾക്ക്, അഡോളസെൻ്റ് ഏജിലുള്ള കുട്ടികൾക്ക് വേണ്ടത് എന്താണ്? ക്ലാരിറ്റിയാണ്. വാട്ട് ഈസ് ദെയർ റോൾ? അവർക്ക് എന്താണ് സൊസൈറ്റിയിലെ പങ്ക്, എന്താണ് അവരെന്താണ്, വീടിനകത്ത് അവരാരാണ്,
കൂട്ടുകാർക്കിടയിൽ അവരെന്താണ്, സ്കൂളിൽ അവരുടെ റോള് എന്താണ്, ലൈക്ക് ദാറ്റ്. അതേപോലെ തന്നെ അവരുടെ സെൽഫ് ഇമേജുകളെ കുറിച്ചിട്ട് അവരെ കാണുന്നതിനുമായി ബന്ധപ്പെട്ട് ശരിക്കും അവരെന്താണ്, അവരുടെ ഇൻഡിവിജ്വൽ യുണീക്ക്നെസ് യുണീക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ക്ലാരിറ്റി കൊടുക്കാനായിരിക്കണം നമ്മൾ ഏറ്റവും എഫേർട്ടും നമ്മുടെ ടൈമും എനർജിയും സ്പെൻഡ് ചെയ്യേണ്ടത്. സത്യം, അതെ. അതർവൈസ് ദീസ് ജനറേഷൻ വിൽ എൻഡ് അപ്പ് ഇൻ സംവെയർ വെയർ എന്താ പറയുക, കൺഫ്യൂഷൻ്റെ, പരസ്പരം അഗ്രഷൻ്റെ, അച്ചീവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിലുള്ള സൂയിസൈഡ് അറ്റംപ്റ്റ്സിൻ്റെ അത്തരം ഒരു ശുഭാപ്തി വിശ്വാസമില്ലാത്ത നിരാശയുടെ ഒരു ജനറേഷൻ ആയിരിക്കും അവരെത്തി ചേരുന്നത്. ബട്ട് ഞാൻ വീണ്ടും പറയുന്നു, വി സ്റ്റിൽ ഹാവ് സം ഹോപ്പ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്ന് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളുണ്ട് നമ്മുടെ സൊസൈറ്റിയിൽ. ഇല്ല എന്നല്ല, പക്ഷെ അതിനൊന്ന് മെച്ചപ്പെടുത്തണമെന്ന് മാത്രം നമ്മൾ സംസാരത്തിൽ വന്നുള്ളൂ. പക്ഷെ അതിനെ ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് റിനോവേറ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടതുണ്ട്. കുറേയധികം കാര്യങ്ങൾ, അവസരങ്ങളും സാധ്യതകളും നമ്മുടെ ചുറ്റുമുണ്ട്. മാത്രമല്ല എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഇത്രയും അഭ്യസ്തവിദ്യരായ മനുഷ്യർ എനിക്ക് കുറവാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിൽ. എങ്കിലും എനിക്ക് തോന്നുന്നു അത് തന്നെ വലിയൊരു സാധ്യതയാണ്. ആ സാധ്യത ഉപയോഗപ്പെടുത്താൻ മെച്ചപ്പെട്ട രീതിയിൽ അതിനെ എങ്ങനെയാണോ നമ്മുടെ സംസ്ഥാനം ടൂറിസം മേഖലയൊക്കെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നത്, അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ കൂടി ഒന്ന് കാര്യമായി മെച്ചപ്പെടുത്താൻ ശ്രമിച്ചാൽ തീരാവുന്ന വിഷയങ്ങളെ ഉള്ളൂ.